കരൂർ ദുരന്തം രാജ്യമാകെ നടുങ്ങിയ ദുരന്തമായിരുന്നു. വിജയ് ഇതിൽ പ്രതിക്കൂട്ടിലാവുകയും ഇത് മുതലെടുത്തുകൊണ്ട് വിജയെ എങ്ങനെ ഒതുക്കാമെന്ന് DMK ആലോചിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള സാധ്യതയും സ്റ്റാലിൻ നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കേന്ദ്രത്തിൻ്റെ അന്വേഷണം വരുന്നത്. ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. വൈകാതെ തമിഴ്നാട്ടിലേക്ക് CBI എത്തും. അതും വെറുതെയല്ല, കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിൽ. ഇതാർക്ക് ഗുണപ്പെടും? ഒരു നല്ല ചോദ്യമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. സുപ്രീം കോടതിയാണ് ഇപ്പോൾ CBI അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മദ്രാസ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു ഹർജി വരികയും അത് തള്ളുകയും ചെയ്തു. CBI അന്വേഷണം ആവശ്യമില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി തന്നെ നിയോഗിച്ചു. ആ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കും. അങ്ങനെയാണ് മദ്രാസ് ഹൈക്കോടതി ആ ഹർജിയെ തീർപ്പാക്കിയത്. ഇവിടെ പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്ഥിതി മറിച്ചാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആർക്ക് നേട്ടമാകും എന്നുള്ളതിനേക്കാളും വിജയിന് ഇതൊരു ആശ്വാസമാണ്. കാരണം വിജയിൻ്റെ തല സ്റ്റാലിൻ്റെ കക്ഷത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവിടെ നിന്ന് ശ്വാസം മുട്ടി പിടഞ്ഞുകൊണ്ടിരുന്ന വിജയിന് ഒരു ആശ്വാസമാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. എന്തായാലും ഞാൻ ആ കരൂർ ദുരന്തത്തിലേക്ക് വരാം. അത് നമുക്കറിയാം, ഒരു വിജയിൻ്റെ പാർട്ടി തമിഴ് വെട്രി കഴകം TVK അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. പൊതുവെ വിജയിൻ്റെ പരിപാടിയിൽ ആൾ കൂടും, വലിയ ജനപങ്കാളിത്തമുണ്ട്. വിജയ് ഒരു നടൻ കൂടിയാണ്. വിജയിൻ്റെ ഫാൻസ് തമിഴ്നാട്ടിൽ വളരെ ശക്തമാണ്. ഈ ഫാൻസ് അസോസിയേഷനെ സമ്പൂർണ്ണമായിട്ടും തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പറിച്ച് നട്ടിരിക്കുകയാണ് വിജയ്. അതുകൊണ്ട് തന്നെ ഫാൻസുകാർ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സാധാരണ നമ്മുടെ ഈ ഫാൻസുകാർ ചെയ്യുന്ന താരാരാധന അത് മുൻനിർത്തി അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ നമുക്കറിയാം. വളരെ വ്യത്യസ്തമാർന്ന ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരെയും കാണികളെയും കാഴ്ചക്കാരെയും ഒക്കെ ഒരുപോലെ ത്രസിപ്പിക്കുന്ന വിധത്തിലുള്ള പല നമ്പറുകളും അവരിറക്കും. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായിട്ട് നടത്താൻ പറ്റുന്നതല്ല സത്യത്തിൽ. പക്ഷേ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഫാൻസുകാരാണ്. വിജയിനൊപ്പം തഴക്കവും പഴക്കവും ചെന്ന അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയക്കാരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെ അടുപ്പിക്കാതെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു PR ഏജൻസി ഒക്കെ പോലെയുള്ള ആൾക്കാർ വിജയിനെ ഉപദേശിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ മുന്നോട്ട് പോയ വിജയ് തമിഴ്നാട്ടിൽ പതുക്കെ ചെറിയ ഓളം ഉണ്ടാക്കി അങ്ങനെ മുന്നേറുകയായിരുന്നു. വാസ്തവത്തിൽ ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഈ വിജയും സ്റ്റാലിനും തമ്മിൽ മുഖാമുഖം ഉള്ള ഒരു പോര് ആരംഭിച്ചിരുന്നു. വിജയ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, സ്റ്റാലിൻ അതിന് ഉത്തരം പറയുന്നു. അതിൽ നിന്നും മറ്റു ചില ചോദ്യങ്ങളുമായിട്ട് വിജയ് രംഗത്ത് വരുന്നു. അതായത് അവിടെ ഈ കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഒരുപോലെ സംശയമുണ്ടാകുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ സ്റ്റാലിനും വിജയും തമ്മിൽ ഒരു അന്തർധാരയുണ്ടോ? കാരണം മനഃപൂർവ്വം അവിടുത്തെ പ്രതിപക്ഷമായ BJP, DMK ഉൾപ്പെടുന്ന NDA സഖ്യത്തിനെ മാറ്റി നിർത്തി രാഷ്ട്രീയത്തിൽ തമിഴ് മാധ്യമങ്ങളിൽ ഈ തമിഴ്നാടിൻ്റെ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് കൃത്യമായിട്ടും ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പോക്കാണ് അവിടെ പൊതുവെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരടക്കം ഇക്കാര്യം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു. തമിഴ്നാട് രാഷ്ട്രീയം സ്റ്റാലിൻ വെസസ് വിജയ് എന്ന രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നൊക്കെ ഉള്ള ചില വിലയിരുത്തലുകൾ വന്നു. സത്യത്തിൽ അതൊക്കെ അബദ്ധമാണ്. അവിടെ അങ്ങനെ BJPയെയോ DMKയോ ഒന്നും അങ്ങനെ നിഷേധിക്കാൻ കഴിയില്ല. BJP അണ്ണാമലൈ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ അവിടെ അതിശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 15%, 1.5% വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി 15% വോട്ടിലേക്ക് കുതിച്ചു കയറുന്ന കാഴ്ചയാണ് 2024 നമ്മൾ കണ്ടത്. വലിയ വിജയങ്ങളൊന്നും നേടാനായില്ലെങ്കിലും BJP അതിശക്തമായ രീതിയിൽ തമിഴ് മണ്ണിൽ വേരുപിടിച്ചു കഴിഞ്ഞു. തമിഴ് ജനങ്ങളുടെ, തമിഴ് ജനതയുടെ സ്വത്വത്തിൽ BJPയും അണ്ണാമലയും അവിടെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഇടയിൽ അത് വളരെ പ്രസക്തമാണ്. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ
നരേന്ദ്രമോദി അണ്ണാമലൈ ആ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന ഒരു ഓളം വളരെ വലുതാണ് തമിഴ്നാട്ടിൽ. ഈ സ്റ്റാലിന് കുഴലൂതുന്ന കുറേ മാധ്യമങ്ങളും കൂടി അതിനെ തമസ്കരിച്ചാൽ തീരുന്നതല്ല അത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ അടക്കമുള്ള സ്വാധീനം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ ഒരു മുരുക സംഗമം നടന്നു. ലക്ഷങ്ങളല്ല കോടികളാണ് അതിൽ പങ്കെടുത്തത്. സത്യത്തിൽ ശരിക്കും സ്റ്റാലിൻ ഞെട്ടി തകർന്നു പോയ ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ മുരുക പ്രതിമ പഴനിയിൽ സ്ഥാപിക്കാനൊക്കെ സ്റ്റാലിൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിമയുടെ രാഷ്ട്രീയമൊന്നും അങ്ങനെ ഓടില്ല. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി സ്ഥാപിച്ചത് 2013 അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരി ഈ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് ഒഴിച്ചുകൂടാനാകാത്തൊരു വ്യക്തിത്വമാണ്, ഒരു ഏടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു വലിയ ചാപ്റ്ററാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്നും ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഒരാളാണ് അദ്ദേഹം. അതവിടെ നിൽക്കട്ടെ. ഈ തമിഴ്നാട്ടിലും അതുപോലെ ഈ മുരുക ഭക്തിയെ മുൻനിർത്തി ഹിന്ദുക്കളെ സംഘടിപ്പിക്കാനും തമിഴ്നാട്ടിലെ ക്ഷേത്രഭരണത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അഴിമതി, ആചാരലംഘനം ഇതൊക്കെ പുറത്തു കൊണ്ടുവരാനും BJP വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദു സംഘടനകൾ അവിടെ ഈ മുരുക സംഗമം സംഘടിപ്പിച്ചത്. അത് വലിയ വിജയമായി മാറി. അതോടുകൂടി സ്റ്റാലിൻ ആകെ സത്യത്തിൽ വട്ടളകി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥയായി. അങ്ങനെയാണ് സ്റ്റാലിൻ അവിടെ മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് സ്റ്റാലിൻ വെസസ് വിജയ് എന്നൊരു നരേഷൻ അങ്ങനെ ഒരു ആഖ്യാനം അവിടെ സൃഷ്ടിച്ചത്. അതങ്ങനെ സ്മൂത്തായിട്ട് ഒരു മാസം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കരൂർ ദുരന്തം നടക്കുന്നത്. ഈ കരൂർ ദുരന്തത്തിൻ്റെ പിന്നിൽ അട്ടിമറി ഉണ്ടോ എന്ന് അന്ന് തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. അന്ന് ഈ വിജയ് അവിടെ പ്രസംഗിക്കാൻ വരികയും അതിന് തൊട്ട് മുമ്പ് അവിടെ പല പ്രാവശ്യം കറണ്ട് പോവുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം അതിനു മുമ്പ് ഈ അണ്ണാമലൈ എൻ മണ്ണ് എൻ മക്കൾ എന്നൊരു മുദ്രാവാക്യം ഉയർത്തി തമിഴ്നാട്ടിലെമ്പാട് യാത്ര ചെയ്തു. ആ യാത്രയിൽ വലിയ ജനബാഹുല്യമാണ്. അണ്ണാമലയുടെ പരിപാടി വൈകുന്നേരങ്ങളിൽ, സായാഹ്നങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ ലക്ഷങ്ങൾ അതിൽ അണിനിരന്നു. നിസ്സാര 1000, 10,000, 20,000, 25,000 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ അണ്ണാമലയെ കാണാനും അണ്ണാമലൈ പറയുന്നത് കേൾക്കാനും അവിടെ എത്തി. ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം അണ്ണാമലൈ മുന്നോട്ട് വെച്ചു. അതാണ് എൻ മണ്ണ് എൻ മക്കൾ വാദം. അത് അവിടെ ക്ലിക്കായി എന്നുള്ളതാണ്. അതിൻ്റെ ഫലമാണ് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ടിലേക്ക് BJPയെ വളർത്തിയത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അത് വളരെ ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു ആസൂത്രണം അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളിന് പോലും ഒരു ചെറിയ പരിക്ക് പോലും ആ സംഭവത്തിൽ ഉണ്ടായില്ല. ആ മീറ്റിങ്ങുകളിൽ എങ്ങും ഒരു അസ്വാരസ്യവും ഉണ്ടായില്ല. ആരുടെയും പരാതി ഉയർന്നില്ല. വളരെ മനോഹരമായിട്ട് അതൊക്കെ നടന്നു. പക്ഷേ വിജയിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ സ്റ്റാലിനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള സെന്തിൽ ബാലാജിയുടെ പേര് വളരെയധികം ഉയർന്നു കേൾക്കുന്നു. ഈ പരിപാടി അട്ടിമറിക്കാൻ സെന്തിൽ ബാലാജി ഗൂഢാലോചന നടത്തിയെന്നും മറ്റുമൊക്കെ പറയുന്ന, അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികൾ BJP അടക്കമുള്ള അണ്ണാ DMK അടക്കമുള്ള വിജയിൻ്റെ പാർട്ടി അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. അതിന് CBI അന്വേഷണമാണ് ഏറ്റവും നല്ലത്. ഇന്നത്തെ നിലയ്ക്ക് സ്റ്റാലിൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഈ കാര്യത്തിൽ സത്യം പുറത്തു വരില്ല എന്ന് സുപ്രീം കോടതിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഒരു CBI അന്വേഷണം, ഏതാണ്ട് 40 പേരൊക്കെ മരിക്കുക, അതിൽ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഇതിന് ഇരയാകുക, അതൊന്നും അത്ര നിസ്സാരമായിട്ട് എഴുതിത്തള്ളാവുന്ന കാര്യങ്ങളല്ല. അവിടെ സുപ്രീം കോടതി കൃത്യമായിട്ട് നിലപാടെടുത്തു. CBI അന്വേഷിക്കട്ടെ. CBIയുടെ അന്വേഷണം ഈ സത്യം പുറത്തു കൊണ്ടുവരും. ഒരു പക്ഷേ തമിഴ്നാട് പോലീസ് അന്വേഷിച്ചാൽ, അതിലെ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ അത് സത്യം പുറത്തു വരണമെന്നില്ല. അവിടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അവരുടെ കയ്യും വായും മൂടിക്കെട്ടാൻ ശ്രമിക്കും എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും ഈ CBI അന്വേഷണം വരുന്നതോടുകൂടി സെന്തിൽ ബാലാജിയുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടിയാണ്. സ്റ്റാലിൻ കരുതിയിരുന്നത് പോലെയല്ല
ഇതിൻ്റെ പുറകിൽ DMK-യുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും അവിടെ ഇല്ലായിരുന്നു. ഇത്രയും വലിയ ആൾക്കൂട്ടം വരുന്നു, അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന പോലീസ് സംവിധാനം അവിടെ ഒരുക്കിയില്ല, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. അങ്ങനെ ഒരുപാട് വീഴ്ചകൾ അവിടെ എണ്ണി പറയാനുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്, സർക്കാർ മിഷണറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൂടി കണക്കിലെടുത്താണ് സുപ്രീം കോടതി CBI അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ നിർദ്ദേശിച്ചതല്ല. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ പരിപൂർണമായ നിരീക്ഷണത്തിലായിരിക്കും അന്വേഷണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ഇതിനകത്ത് ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരു തരത്തിലും സത്യസന്ധമല്ലാത്ത, സുതാര്യമല്ലാത്ത ഒരു അന്വേഷണമായിരിക്കില്ല. മറിച്ച് വളരെ കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദികൾ ആരാണോ അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ ഈ അന്വേഷണത്തിന് സാധിക്കും. അങ്ങനെ ഒരു അന്വേഷണമാണ് സുപ്രീം കോടതി ഇപ്പോൾ വിഭാവനം ചെയ്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തമിഴ്നാട് രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ പിടിച്ചു കുലുക്കുമെന്ന് തീർച്ചയാണ്. എന്നു മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK-യുടെ ഭാവി എന്താണെന്ന് നിർണയിക്കപ്പെടുക കൂടി ചെയ്യും. ഒരു തവണ അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമാണ്. ഈ കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ തുടർന്നുകൊണ്ട് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ സ്റ്റാലിൻ മറുപടി പറയേണ്ടി വരും. അത് ഇനി അധികാരത്തിൽ വരാൻ പോകുന്നത് ആരായിരുന്നാലും അവർ അതിശക്തമായ നിലപാടുകൾ എടുക്കും എന്ന് തീർച്ചയാണ്. കരുണാനിധി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് സ്റ്റാലിൻ നേരിടാൻ പോകുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ CBI അന്വേഷണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുമെന്ന് തീർച്ചയാണ്.